ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിന്നൊരു വീഡിയോ ഇടുന്നത് അത് ആർക്കും അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസമില്ലാത്തവരെ പറ്റി പറയരുത് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നതോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഞാൻ പൂജ ചെയ്യുമ്പോൾ പോലും എനിക്കത് ഇഷ്ടമില്ലാത്തൊരു അങ്ങനെ ഒരു ഇതാണ് എനിക്ക്. അങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ പൂജ നേരുക, കുറേ നേർച്ച അങ്ങനത്തെ ഒന്നും ഒരാളല്ല. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. പക്ഷേങ്കിൽ ഞാനിത് അച്ചൂട്ടൻ ഉണ്ടാവുന്ന മുന്നേ ഇങ്ങനെ യൂട്യൂബിൽ ഈ ഒരു മകാം ഇത് പറയുന്നത് ഞാൻ നെച്ചിക്കാട്ടിൽ മകാം എന്ന് പറയുന്നൊരു മകാമിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള കൂട്ടായി എന്ന് പറയുന്നൊരു ദേശത്ത് ഉള്ളൊരു മകാമാണ് നെച്ചിക്കാട്ടിൽ മകാം. അപ്പോൾ അതിനെപ്പറ്റി ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വെറുതെ ഞാൻ അങ്ങനത്തെ ഒരു ഇതേ നോക്കിയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ യൂട്യൂബിൽ വന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് അവിടെ മക്കളില്ലാത്തവർക്ക് മക്കൾ. പക്ഷേ എനിക്കങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് കല്യാണം കഴിഞ്ഞ് കുറേ ഒന്നും ആയിട്ടില്ലായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിലൊരു തോന്നൽ തോന്നി ഞാനങ്ങനെ പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇന്നത് നടന്നൊരു വീഡിയോ ആണ്. അപ്പം ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. എനിക്കങ്ങനെ ഒരുപാട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ്. എന്തുകൊണ്ടോ എനിക്ക് തോന്നിപ്പോയി. ചിലപ്പോൾ ദൈവം തോന്നിക്കുന്നതായിരിക്കും. എനിക്ക് അത്രയും ദൂരെയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാനങ്ങനെ ഒരു അച്ചൂട്ടനെ കൊണ്ടുവരാമെന്നുള്ളൊരു നേർച്ച ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും സാധിച്ചു. ഈ ഒരു പള്ളി മകാമിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നെച്ചിക്കാട്ടിൽ മകാം എന്നാട്ടോ അത് പറയുന്നത്. അറിയപ്പെടുന്നത് കൂട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള കൂട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മകാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മക്കളില്ലാത്തവർക്ക്, എത്രയോ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു കേട്ടോ അവിടെ പ്രാർത്ഥിച്ചിട്ട്. അപ്പം ഞങ്ങൾക്കൊന്ന് പോകാനുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറേ ഒന്നും ആയില്ലെങ്കിലും 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ചൂട്ടൻ ഉണ്ടായത്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ഇത് യൂട്യൂബിൽ കണ്ട സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ആയത് കേട്ടോ. അപ്പോൾ എനിക്കൊരു വിശ്വാസം ചിലപ്പോൾ പ്രാർത്ഥിച്ചത് കൊണ്ടാവാം. അതുകൊണ്ട് ഞാൻ അപ്പോൾ വിചാരിച്ചാണ് അച്ചൂട്ടൻ ഉണ്ടായി കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുപോകണമെന്ന്. പക്ഷേങ്കിൽ എത്ര പ്രാവശ്യം ഞങ്ങൾ അതിലൂടെയാണ് നാട്ടിൽ പോകുന്നത്. തൊട്ടടുത്ത് കൂടെ അല്ലെങ്കിലും ആ തിരൂർ കൂടെയാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്കൊന്ന് അവിടെ പോവാനോ അല്ലെങ്കിൽ ആ മകാമിലേക്കൊന്ന് കാണാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അച്ചൂട്ടനെ കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു, എപ്പോഴായാലും ഒന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എനിക്കത് പറ്റി. അപ്പോൾ എനിക്ക് അവിടെ ഹിന്ദുക്കളെ കയറ്റുമെന്നറിയാം, പക്ഷേങ്കിൽ അകത്തോട്ട് കയറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ പൊതുവേ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെ അങ്ങനെയാണല്ലോ. അപ്പം ഞാനവിടെ പോയി അവരോട് ചോദിച്ചു, ഞങ്ങൾ ഹിന്ദുക്കളാണ്, കയറി കാണാൻ പറ്റുമോ, കുട്ടീനെ കാണിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു കുഴപ്പമില്ല, കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പം ആണുങ്ങൾക്ക് ഫ്രണ്ടിൽ കൂടെയും കയറാം, പെണ്ണുങ്ങൾക്ക് പുറകെ കൂടെ ആ സൈഡിൽ കൂടെയും കയറാം കേട്ടോ. അപ്പോൾ ഞാൻ പക്ഷേ അതിൻ്റെ അകത്തുള്ള മകാം ഇങ്ങനെ എന്താ അതിന് പറയുന്നത്, ഖബർസ്ഥാനം, അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. പക്ഷേ കണ്ണം കണ്ടു എന്ന് പറഞ്ഞു, കുട്ടീനെ കാണിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്തോ ചെറിയൊരു നേർച്ചയായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്തായാലും പോകാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയാത്തൊരു സന്തോഷമായിപ്പോയി. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ അവിടെ പോയപ്പോൾ. കാരണം ഞാൻ ഇത്രയും കാലം അച്ചൂട്ടനെ കാണിക്കണം എന്ന് വിചാരിച്ച് കാണിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര സന്തോഷമായി. ജനിച്ചപ്പോൾ മുതലേ എനിക്കത് മറന്നിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കാണിക്കണം എന്ന് ഞാൻ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ എൻ്റെ കുറേ കാലത്തൊരാഗ്രഹം സാധിച്ചു എന്ന് പറയുമല്ലോ. അപ്പോൾ അവിടെ ബാക്കി എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ. എന്താഗ്രഹം സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചതുകൊണ്ട് എനിക്കതൊരു വിശ്വാസമായി കേട്ടോ. അങ്ങനെ അവിടെ കുറേ ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം മക്കളില്ലാത്തവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുന്നവർ പോവുക. ഞങ്ങളിപ്പോൾ എത്രയോ ദൂരമാണ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ദൂരമാണ്. കണ്ണൂരിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നല്ല ദൂരമുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും ഞങ്ങൾ അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ച് അച്ചൂട്ടനെ കാണിച്ചിട്ട് വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അവിടെ ഒരു നെച്ചിക്കാട്ട് മാല എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രാർത്ഥന ഉണ്ട്, അത് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസമാണല്ലേ.